ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ പാറയ്ക്കൽ മന്ത്രി വീണ ജോർജിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് നമ്മൾ പറയും. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും അവരുടെ കൈകളിലേക്കും വേദന പടർന്നു എന്ന രീതിയിൽ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു നാടകമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. ഇപ്പോൾ നമ്മൾ അല്പസമയം പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വീണ ജോർജിൻ്റെ കഴുത്തിനേറ്റ പരുക്ക് അത് നല്ല സാരമുള്ളതാണ് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും MRI സ്കാനിങ് എടുത്തിരുന്നു, വിദഗ്ധ പരിശോധനകൾ നടത്തിയിരുന്നു. BP വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് കുറയ്ക്കാനുള്ള ചികിത്സകളാണ് ഇപ്പോൾ നൽകുന്നത്. 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരും. യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലാണ് ഇനി ചികിത്സ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടാവൂ. MRI സ്കാനിൻ്റെ റിസൾട്ട് അത് ഇന്ന് ലഭിക്കും. ആ റിസൾട്ട് ലഭിച്ചതിന് ശേഷം ന്യൂറോ സർജനുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സയുടെ കാര്യങ്ങൾ അത് പരിശോധിക്കുമെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ഈ കഴുത്തിനേറ്റ പരുക്ക് ആ വേദന കയ്യിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിദഗ്ധ ചികിത്സ മന്ത്രിക്ക് നൽകുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിലാണ് ഇപ്പോഴും മന്ത്രി ചികിത്സയിലുള്ളത്. ICUവിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കുക. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.